തെരഞ്ഞെടുപ്പിങ് എത്തിയിട്ടും ഒരു മാറ്റവുമില്ല. പാർട്ടി വിട്ട് BJPയിലേക്ക് ചാടുന്ന കോൺഗ്രസ് നേതാക്കളുടെ കലാപരിപാടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വർഷം കേവലം 2 മാസത്തിനുള്ളിൽ മാത്രം ഡസനിലേറെ മുൻനിര കോൺഗ്രസ് നേതാക്കളാണ് BJPയിലെത്തിയത്. മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായിരുന്നു അശോക് ചവാൻ. MLA സ്ഥാനം രാജിവെച്ചാണ് കോൺഗ്രസ് വിട്ടത്. BJPയിൽ നിന്ന് രാജ്യസഭാംഗമായി. മുംബൈയിലെ യുവ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും AICC ജോയിന്റ് ട്രഷററുമായിരുന്നു മിലിന്ദ് ദിയോറ. ഭരണകക്ഷിയായ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നു. ഭാരത് ജോഡോ ന്യായ് യാത്ര തുടങ്ങിയ ദിവസം തന്നെയായിരുന്നു രാഹുൽ ബ്രിഗേഡിലെ മിലിന്ദിന്റെ രാജി. മുൻ മന്ത്രിയും മുതിർന്ന നേതാവും 3 തവണ MLAയുമായിരുന്നു ബാബ സിദ്ദിഖി. മുംബൈ റീജിയണൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സണും പാർലമെന്ററി ബോർഡ് സീനിയർ വൈസ് പ്രസിഡന്റുമായിരിക്കെയാണ് കോൺഗ്രസ് വിട്ടത്. BJPക്കൊപ്പമുള്ള അജിത് പവാറിന്റെ NCPയിൽ ചേർന്നു. മഹാരാഷ്ട്ര കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന ബസവരാജ് പട്ടീലും BJPയിലേക്ക് പോയി. അസമിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോയി ദിവസങ്ങൾക്കകമാണ് പ്രമുഖരായ 3 നേതാക്കൾ BJPയിലെത്തിയത്. മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ബിസ്മിത ഗോഗോയ് നിരവധി പ്രവർത്തകർക്കൊപ്പമാണ് BJPയിലെത്തിയത്. അങ്കിത ദത്ത യൂത്ത് കോൺഗ്രസ് അസം പ്രസിഡന്റായിരുന്നു. കോൺഗ്രസ് MLA ആയിരുന്ന ബിസ്മിത ഗോഗോയ്ക്കൊപ്പമാണ് അങ്കിത BJPയിൽ പോയത്. 2 തവണ MLA ആയ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് റാണ ഗോസ്വാമി ബുധനാഴ്ചയാണ് രാജിവെച്ചത്. BJPയിൽ ചേരാനാണ് തീരുമാനം. MLAമാരായ കമലാഖ്യ, ദേ പുർക്കായസ്ത, ബസന്ത ദാസ് എന്നിവർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ BJP സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ BJPയിലേക്ക് തിരിച്ചുപോയി. രാജസ്ഥാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും 4 തവണ MLAയുമായിരുന്നു മഹേന്ദ്രജിത്ത് മാളവിയ. പ്രതിപക്ഷ നേതാവാക്കത്തതിനെ തുടർന്ന് വിമത ശബ്ദം ഉയർത്തി. പിന്നെ നേരെ BJPയിലെത്തി. മധ്യ ഗുജറാത്ത് മേഖലയിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിയും 5 തവണ ലോക്സഭാംഗവുമായ നേതാവാണ് നരൻ റാത്വ. 1 UPA സർക്കാരിന്റെ റെയിൽവേ സഹമന്ത്രിയായിരുന്നു. നിലവിലെ രാജ്യസഭാ അംഗത്വ കാലാവധി തീരാനിരിക്കെയാണ് മകൻ സംഗ്രാമിനും അനുയായികൾക്കുമൊപ്പം രാജിവെച്ച് BJPയിൽ ചേർന്നത്. ബീഹാർ നിയമസഭയിലെത്തിയ മുരാരി പ്രസാദ് ഗൗതം, സിദ്ധാർത്ഥ് സൗരഭ് എന്നിവർ പ്രതിപക്ഷ നിര വിട്ട് ഭരണകക്ഷി ബെഞ്ചിൽ വന്നിരുന്നപ്പോഴാണ് ഇരുവരും പാർട്ടി വിട്ടത് തന്നെ കോൺഗ്രസ് അറിഞ്ഞത്. അരുണാചൽ പ്രദേശിൽ വാങ്ലിൻ ലോവാങ് ഡോങ്, നിനോങ് എറിങ് എന്നീ MLAമാർ BJPയിൽ ചേർന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ വിഭാകർ ശാസ്ത്രിയും കോൺഗ്രസ് വിട്ട് BJPയിലെത്തി. ജാർഖണ്ഡിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഏക MP ഗീതാ കോടയും കഴിഞ്ഞ ദിവസം BJPയിലെത്തി. എന്തിനേറെ, ഇങ്ങ് കന്യാകുമാരിയിൽ വിളവങ്കോട് MLAയും നിയമസഭാ പാർട്ടി ചീഫ് വിപ്പുമായ S വിജയധരണി BJPയിൽ ചേർന്നു. മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു വിജയധരണി. അതായത് കേരളത്തിന് പുറത്തെ K സുധാകരനും VD സതീശനും തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെയുള്ള നേതാക്കളൊക്കെ തന്നെ നിന്ന് നെപ്പിൽ BJP ആയി കഴിഞ്ഞു. ഹിമാചലിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ വരെ തൻ്റെ ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചവരാണ് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതെന്നാണ് കോൺഗ്രസിന്റെ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞത്. ആ പറഞ്ഞതിലുണ്ട് കോൺഗ്രസിന്റെ വിശ്വസനീയത.